ഈസ്റ്റ് ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ ബോട്ട് മറിഞ്ഞ് 5 ഇന്ത്യക്കാർ മരിച്ചു. MDC ക്വസ്റ്റ് എന്ന എണ്ണക്കപ്പലിലെ നാവികരാണ് മരിച്ചത്. 5 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ജിഷ്ണു, ഗുഡ് ഈവനിങ്. SKN, വളരെ ദാരുണമായ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നലെയാണ് ഈ കപ്പൽ മറിയുന്നത്. അതിൻ്റെ വിവരങ്ങൾ ഇപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല 12 പേരെ വഹിച്ചുകൊണ്ട് ഈ എണ്ണക്കപ്പലിലേക്ക് പുതിയ ക്രൂവിനെ എത്തിക്കുന്ന അതിലെ മുഴുവൻ ക്രൂ മാറുന്ന സമയമായിരുന്നു. 12 പേരുടെ പുതിയ സംഘം ഈ കപ്പലിലേക്ക് ജോലിക്ക് കയറുന്ന സമയമാണ്. ഈ ജോലിക്കാരെ എത്തിച്ചിരുന്നത് ഒരു ഇന്ത്യൻ ഏജൻസി ആയിരുന്നു. ആ ഇന്ത്യൻ ഏജൻസി കൊണ്ടുവന്ന 12 പേരിൽ 5 പേരെ കാണാതാവുകയായിരുന്നു. ബാക്കി 5 പേരെ രക്ഷപ്പെടുത്തുന്നു. 2 പേർ വളരെ അവശരായി രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. 5 പേർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഒരു മലയാളി ഉണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്നാൽ രക്ഷപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിലും മലയാളികളുണ്ട് എന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നുള്ള ആളുകളാണ് എന്നുള്ള വിവരങ്ങളെല്ലാം ഇനി വരേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇത് ഒരു ക്രൂ ചേഞ്ചിന്റെ സമയമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കപ്പലിലെ ജോലി കഴിഞ്ഞ്, അതായത് അവരുടെ കാലാവധി കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന ജോലിക്കാരും അതുപോലെ തന്നെ തിരിച്ച് അതിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന 12 പുതിയ ജോലിക്കാരും ആണ്. അത് അവർ മാറുന്ന സമയമായിരുന്നു. അത് ഈ ഇതിലേക്ക് വന്നുകൊണ്ടിരുന്ന 12 പേരുടെ ബോട്ടാണ് മറിഞ്ഞത്. അത് കപ്പലിനടുത്തെത്താനാകുന്ന സമയത്തായിരുന്നു മറിഞ്ഞത്. ആ 12 പേരിൽ 5 പേരാണ് ഇപ്പോൾ മരിച്ചു എന്നുള്ള വിവരം വരുന്നത്. SKN, താങ്ക് യു ജിഷ്ണു. വല്ലാത്ത വാർത്തയായി പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.